ഇനി അടുത്തൊരു വാർത്തയിലേക്ക് പോയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്ക് ഇന്ന് ഔദ്യോഗികമായി തുടങ്ങുന്ന ദിവസമാണ്. AICC സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ മധുസൂദനൻ മിശ്രയുടെ നേതൃത്വത്തിലുള്ള 4-അംഗ സംഘം ഇന്ന് തലസ്ഥാനത്തേക്ക് എത്തും. ഇന്നും നാളെയും സ്ക്രീനിംഗ് കമ്മിറ്റി സംസ്ഥാനത്ത് തുടരും. പ്രതിപക്ഷ നേതാവിന്റെ കേരള യാത്ര പൂർത്തിയാകുന്ന മുറയ്ക്കാകും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുന്നത് എന്നാണ് സൂചന. ബിനിൽ ലീല സാബു വിവരങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ബിനിൽ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇന്ന് ഔദ്യോഗികമായി ചർച്ചകൾക്ക് പോവുകയാണ്. ഊഹാപോഹങ്ങളും ഈ ഓരോ സീറ്റുകളിലെ അവകാശവാദങ്ങളും ഒക്കെ കോൺഗ്രസും ഘടകകക്ഷികളും ഒക്കെയും ഉന്നയിക്കുന്ന ഒരു ഘട്ടം. ഈ ഘട്ടത്തിൽ ഈ കനകോലുവിൻ്റെ റിപ്പോർട്ടുണ്ട്. ഇതിൻ്റെ ഒക്കെയും ഒരു പശ്ചാത്തലമുണ്ട് ഇന്നത്തെ യോഗത്തിന്. എന്തൊക്കെ നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കണം ബിനിൽ? സേതു, ഗുഡ് മോർണിംഗ്. പട്ടിക എന്തായാലും ഇന്നുണ്ടാകില്ല. ഇന്നും നാളെയുമായി ചർച്ചകൾ നടക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാകും ഈ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ടുള്ള മധുസൂദൻ മിസ്ത്രി കേരളത്തിലേക്ക് വരിക. അദ്ദേഹത്തിനൊപ്പം മറ്റ് 3 പേർ കൂടിയുണ്ട്. 4-അംഗ സംഘമാണ് കേരളത്തിലേക്ക് ഈ തമ്മിലടിയും തർക്കവും ഒക്കെ ചർച്ച ചെയ്യാൻ ഇവിടേക്ക് എത്തുന്നത്. കോൺഗ്രസ് പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ അതിൽ വലിയ ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ നോക്കേണ്ടതായിട്ടും വരും. എന്തായാലും ഇതിൽ ഇന്ന് ചർച്ചകൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് 3 പേരുടെ പട്ടിക നൽകണം. അതായത് വിജയ സാധ്യതയുള്ള 3 പേരുടെ പട്ടിക ഓരോ മണ്ഡലത്തിലും വേണം എന്നുള്ളതാണ് നേരത്തെ AICC പറഞ്ഞിരുന്നത്. അത് പ്രകാരമുള്ള പട്ടിക ഇപ്പോൾ KPCCയുടെ കൈവശമുണ്ട്. ആ പട്ടിക കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അതിനും പേരുള്ള ചർച്ചയാണ് ഇന്ന് നടക്കുക. ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ രാപ്പകൽ സമരം ലോക്ഭവന് മുന്നിലുണ്ട്. അതിനിടയിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വൈകിട്ടായിരിക്കും ഈ ചർച്ചകൾ എന്തായാലും നടക്കുക. അതിൽ തന്നെ കൃത്യമായി തന്നെ ഈ ഉയർന്നു വന്ന പേരുകൾ KPCC പറഞ്ഞ ഈ ഓരോ മണ്ഡലത്തിലെയും 3 പേരുടെ പേരുകൾ ചർച്ച ചെയ്യും. ഇതിൽ ഗ്രൂപ്പ് സമവാക്യം പാടില്ല, അല്ലെങ്കിൽ വീതം വെപ്പ് പാടില്ല എന്നുള്ളത് തന്നെയാണ് ഈ AICCയുടെ നിലപാട്. കൃത്യമായി തന്നെ അറിയിച്ചിട്ടുമുണ്ട്. പക്ഷേ കോൺഗ്രസ് പാർട്ടിയാണ് അത് തന്നെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ പാലിച്ച് പ്രത്യേകിച്ച് വീതമൊക്കെ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുക. ഈ 4-അംഗ സംഘം എത്തുമ്പോൾ കൃത്യമായി തന്നെ ഇത് ചർച്ച ചെയ്ത് വേഗത്തിൽ തന്നെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ തന്നെയാണ് തീരുമാനം. പ്രതിപക്ഷ നേതാവിന് ഒരു കേരള യാത്രയുണ്ട്. ആ കേരള യാത്രയ്ക്ക് ശേഷമാകും ഈ പട്ടിക എന്തായാലും പുറത്തു വരിക. എന്തായാലും ഡൽഹിയിൽ വെച്ച് തന്നെയാകും ഇത് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുക. പ്രത്യേകിച്ച് കഴിഞ്ഞ ലക്ഷ്യ ക്യാമ്പ് ഉണ്ടായിരുന്നു. വയനാട്ടിലെ ക്യാമ്പിന് ശേഷം ജയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ വേണം പരിഗണിക്കാൻ എന്നുള്ള കർശന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. മറ്റൊന്ന് സുനിൽ കനകോലുവിന്റെ സർവേ റിപ്പോർട്ടുണ്ട്. അങ്ങനെയുള്ള സർവേ റിപ്പോർട്ടുകൾ KPCCയുടെ പക്കലുണ്ട്. ആ സർവേ റിപ്പോർട്ടുകൾ കൂടി പരിഗണിച്ചായിരിക്കും ഇന്നത്തെ ചർച്ചകൾ എന്തായാലും നടക്കുക. എന്തായാലും അധികം വൈകേണ്ടതില്ല. സ്ഥാനാർത്ഥികളെ വേഗത്തിൽ പ്രഖ്യാപിക്കണം എന്നുള്ള ഒരു നിലപാട് കൂടി സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കൾക്കുണ്ട്. എന്തായാലും KPCCയുടെ ഭാരവാഹികളുമായിട്ടായിരിക്കും ഈ ചർച്ചകൾ പ്രാഥമിക ഘട്ടത്തിൽ നടക്കുക. ഇന്ന് വൈകിട്ട് ചർച്ചകൾ നടക്കും. അതിനുശേഷം നാളെയും കൂടി ചർച്ച ഉണ്ടാകും. 2 ദിവസം ഈ സംഘം, അതായത് AICC സ്ക്രീനിംഗ് കമ്മിറ്റി 2 ദിവസം ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ചർച്ചകൾക്ക് ശേഷം അധികം വൈകാതെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ തന്നെയാണ് സാധ്യത. ഓക്കെ ബില്ലേ, ശരി.